നമസ്കാരം. ഫാർമ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന കാര്യത്തിന് ഒരു പരിഹാരമുണ്ടാകും, അല്ലേ? പക്ഷെ അത് മതിയോ? ആ പ്രശ്നത്തിന്റെ വേര് തന്നെ അറുത്തുമാറ്റണ്ടേ? അപ്പോ ഒരു പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം എങ്ങനെ കണ്ടെത്താം? നമുക്കിന്ന് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. നമുക്ക് നേരെ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു വ്യതിയാനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളുടെ ആദ്യത്തെ ചിന്ത അല്ലെങ്കിൽ ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങളുടെ മനസ്സിൽ ഒരു ഉത്തരം ഇപ്പോൾ വന്നിട്ടുണ്ടാകുമല്ലേ? അതവിടെ ഇരിക്കട്ടെ. കാരണം ഈ ചർച്ചയുടെ അവസാനം എത്തുമ്പോഴേക്കും ഇതിനൊരു വ്യക്തമായ ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഒരു പ്രശ്നം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു പരിഹാരമുണ്ടല്ലോ, അത് മിക്കവാറും ഏറ്റവും നല്ല പരിഹാരമായിരിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പെട്ടെന്നുള്ള ഉപരിപ്ലവമായ പരിഹാരങ്ങൾ ഒരു നല്ല ഐഡിയ അല്ലാത്തത്? നമുക്ക് നോക്കാം. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ വീട്ടിലെ പൈപ്പ് പൊട്ടി വെള്ളം ലീക്കാകുകയാണെന്ന് വെക്കുക. നമ്മൾ വെറുതെ നിലം തുടച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. യഥാർത്ഥ പരിഹാരം എന്താ? ആ ലീക്ക് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതടയ്ക്കുന്നതാണ്. ഫാർമ ക്വാളിറ്റിയിലും സംഭവം ഇതുതന്നെയാണ്. ഒരു വ്യതിയാനം കാണുമ്പോൾ അതിന്റെ ലക്ഷണങ്ങളെയല്ല, അതിന്റെ അടിസ്ഥാന കാരണത്തെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. ഈ അടിസ്ഥാന കാരണം കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ടൂളാണ് റൂട്ട് കോസ് അനാലിസിസ് അഥവാ RCA. അപ്പോൾ എന്താണ് ഈ RCA? നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. വളരെ സിമ്പിളായി പറഞ്ഞാൽ, പ്രശ്നത്തിന്റെ വേര് കണ്ടെത്തി പിഴുതെറിയുന്ന ഒരു രീതിയാണിത്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ആ പ്രശ്നം വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത അതോടെ ഇല്ലാതാകുന്നു. ഈ താരതമ്യമൊന്ന് ശ്രദ്ധിക്കൂ. ഇതാണ് RCAയുടെ ഹൃദയമെന്ന് പറയുന്നത്. ഒരു തെറ്റ് കാണുമ്പോൾ അത് ഓപ്പറേറ്ററുടെ പിഴവാണ് എന്ന് പറഞ്ഞ് കൈകഴുകാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ശരിക്കുമുള്ള ചോദ്യം അതല്ല. എന്തുകൊണ്ട് ആ ഓപ്പറേറ്റർക്ക് ഒരു തെറ്റുപറ്റി? ഒരുപക്ഷെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതായത് SOP, അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാവാം. അല്ലെങ്കിൽ അവർക്ക് ആ ജോലി ചെയ്യാൻ ആവശ്യത്തിന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവില്ല. കണ്ടോ, ഇതാണ് ലക്ഷണവും യഥാർത്ഥ കാരണവും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം. RCAയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആരാണ് തെറ്റ് ചെയ്തത് എന്ന് കണ്ടെത്തലല്ല, മറിച്ച് സിസ്റ്റത്തിൽ എന്ത് പിഴവാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കലാണ്. നമ്മളിവിടെ ഒരാളെ കുറ്റപ്പെടുത്താനല്ല നോക്കുന്നത്, നമ്മുടെ സിസ്റ്റം എവിടെയാണ് പാളിയത് എന്ന് കണ്ടുപിടിക്കാനാണ്. ഇതൊരു കുറ്റാന്വേഷണമല്ല, ഒരു സിസ്റ്റം നവീകരണമാണ്. ശരി, അപ്പോൾ നമ്മൾ തിയറിയൊക്കെ സംസാരിച്ചു. പക്ഷേ ഇതെങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരും? നമുക്കൊരു നല്ല RCA എങ്ങനെ നടത്താമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വളരെ സാധാരണയായി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കേസ് എടുക്കാം. ഒരു ബാച്ച് പ്രോസസ്സിങ്ങിനിടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് വിട്ടുപോകുന്നു. ആദ്യത്തെ റിപ്പോർട്ട് വരുന്നു, കാരണം ഓപ്പറേറ്ററുടെ പിഴവ്. സ്വാഭാവികമായും പഴി മുഴുവൻ ആ വ്യക്തിയുടെ മേൽ വരുന്നു. എന്നാൽ ഒരു മികച്ച ക്വാളിറ്റി പ്രൊഫഷണലിന്റെ ജോലി ശരിക്കും അവിടെ തുടങ്ങുന്നതേയുള്ളൂ. പക്ഷേ ആ ഉത്തരം മതിയോ? ഇല്ല. നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ആ പിഴവ് സംഭവിച്ചു? ഓപ്പറേറ്ററുടെ പിഴവ് എന്നത് ഒരു ഉത്തരമല്ല, അത് കൂടുതൽ ചോദ്യങ്ങളിലേക്കുള്ള ഒരു വാതിൽ മാത്രമാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും കഴിയാകെ മാറും. നമ്മൾ വ്യക്തിയിൽ നിന്ന് പതിയെ സിസ്റ്റത്തിലേക്ക് ഫോക്കസ് മാറ്റുകയാണ്. അപ്പോൾ യഥാർത്ഥ വില്ലൻ ആരായിരിക്കും? ഒരു പക്ഷേ വ്യക്തമല്ലാത്ത SOP ആയിരിക്കാം, അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ കുറവായിരിക്കാം. ചിലപ്പോൾ ജോലിസ്ഥലത്തെ അമിതമായ സമ്മർദ്ദവും കാരണമാകാം. ഒരു RCA ശരിയായിട്ടാണോ ചെയ്തത് എന്നറിയാൻ ചില വഴികളുണ്ട്. ഒന്നാമത്തെ കാര്യം, അത് ഊഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാവരുത്, കൃത്യമായ തെളിവുകൾ വേണം. രണ്ടാമതായിട്ട്, അതിന്റെ ഉത്തരം ഒരിക്കലും ഹ്യൂമൻ എറർ എന്ന് പറഞ്ഞ് നിർത്തരുത്. മൂന്നാമത്, അത് സിസ്റ്റത്തിലെ പിഴ എന്താണെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കും. ഏറ്റവും പ്രധാനമായി, അത് നമ്മളെ ഫലപ്രദമായ ഒരു കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആക്ഷൻ, അതായത് CAPA പ്ലാനിലേക്ക് നയിക്കും. അപ്പോൾ ഒരു RCA നമ്മളങ്ങ് തട്ടിക്കൂട്ടി ചെയ്താൽ എന്ത് സംഭവിക്കും? അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും വലുതായിരിക്കും. എന്തൊക്കെയാണെന്നല്ലേ നോക്കാം. ഓഡിറ്റർമാര് വരുമ്പോഴേ അവർക്കൊറ്റ നോട്ടത്തിൽ ഇത് മനസ്സിലാവും. നിങ്ങളുടെ റിപ്പോർട്ടുകളിൽ വീണ്ടും വീണ്ടും ഹ്യൂമൻ എറർ എന്നാണ് കാണുന്നതെങ്കിൽ അവർക്ക് കാര്യം പിടികിട്ടും. നിങ്ങൾ പ്രശ്നത്തിന്റെ ഉപരിതലത്തിൽ മാത്രമേ തൊട്ടുള്ളൂ എന്ന്. അതുപോലെ നിങ്ങൾ നടപ്പിലാക്കിയ CAPA പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേയുള്ളൂ: നിങ്ങൾ ശരിക്കുള്ള അസുഖത്തിനല്ല മരുന്നു കൊടുത്തത്, വെറും രോഗലക്ഷണത്തിനാണ്. യഥാർത്ഥ പ്രശ്നം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഈ കണക്കുകളൊന്ന് നോക്കിക്കേ. ഇത് നമ്മളോട് ഒരു കഥ പറയുന്നുണ്ട്. വ്യതിയാനങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ നോക്കിയാൽ സിംഹഭാഗവും, അതായത് ഏകദേശം 40% വ്യക്തമല്ലാത്ത SOPകൾ മൂലമാണ്. മറ്റൊരു 30% പരിശീലനക്കുറവ് മൂലവും. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്: പ്രശ്നം മിക്കപ്പോഴും വ്യക്തികളിലല്ല, നമ്മുടെ പ്രക്രിയകളിലാണ്. ശരിയാണ്,
ഒരു നല്ല RCA ചെയ്യാൻ കുറച്ച് മെനക്കേടണം, സമയവും പോകും. പക്ഷേ അതൊരു നഷ്ടമല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റാണ്. കാരണം അതിന്റെ ഫലം വളരെ വലുതാണ്. ഒന്നാമതായി, ആ തെറ്റ് പിന്നീട് ഒരിക്കലും ആവർത്തിക്കില്ല. രണ്ടാമതായി, നിങ്ങളുടെ ഓരോ പ്രക്രിയയും കൂടുതൽ ശക്തമാകും. അങ്ങനെ നിങ്ങളുടെ ക്വാളിറ്റി സിസ്റ്റം മൊത്തത്തിൽ കൂടുതൽ വിശ്വസനീയമായി മാറും. അപ്പോ ഈ മുഴുവൻ ചർച്ചയിൽ നിന്നും നിങ്ങൾ ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ്: നമ്മുടെ ഫോക്കസ് മാറണം. ചോദ്യം ആര് എന്നതിൽ നിന്ന് എന്ത് എന്നതിലേക്ക് മാറണം. ആരാണ് തെറ്റ് ചെയ്തത് എന്നല്ല നമ്മൾ ചോദിക്കേണ്ടത്, നമ്മുടെ സിസ്റ്റത്തിൽ എന്താണ് പരിഹരിക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് ഇനിയൊരു വ്യതിയാനം കാണുമ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുന്നതിനു മുൻപ് ഒരു നിമിഷം നിർത്തിയിട്ട് സ്വയം ചോദിക്കുക, എന്തുകൊണ്ടിത് സംഭവിച്ചു? കാരണം യഥാർത്ഥ ഗുണമേന്മ തുടങ്ങുന്നത് ആ ചോദ്യത്തിൽ നിന്നാണ്.